ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ സ്വന്തം ശരണിയാണ്. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളി ടേസ്റ്റിൽ, അതും പുറത്ത് കടയിൽ നിന്ന് മേടിക്കുന്ന സെയിം ടേസ്റ്റിൽ എങ്ങനെ ബ്രോസ്റ്റഡ് ഉണ്ടാക്കാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ ചീറ്റി പോകുമെന്നൊരു ഇതിന് പേടിയുണ്ടായിരുന്നു. പക്ഷേ ചീറ്റി പോയില്ല. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന സെയിം ടേസ്റ്റിൽ തന്നെ എനിക്ക് കയ്യിൽ കിട്ടുകയും ചെയ്തു. കുറേ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടോ, കുറേ നോക്കിയപ്പം പലരും പല രീതിയിലാണ് ചെയ്തിരുന്നത്. അപ്പോൾ പലരും പല ഐറ്റംസൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാ ഐറ്റംസൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളത് കൊണ്ടൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് വിചാരിച്ചു എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് വീണ്ടും കൂടുതൽ ചിക്കനൊക്കെ മേടിച്ചിട്ട് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഒരു 5 പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നതായിരുന്നു. അപ്പോൾ അത് ഞാനൊന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്, കാരണം മസാലയൊക്കെ നന്നായിട്ട് പിടിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തതിന് ശേഷം പിന്നെ നമ്മളൊരു കപ്പ് പാലെടുക്കുന്നുണ്ട്. ഇതൊരു ബട്ടർ മിൽക്ക് ആക്കാൻ വേണ്ടിയിട്ടാട്ടോ. അതിനകത്ത് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. വേണമെങ്കിൽ ഒരു 10-15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ല. അതിന് കൂടെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റാണ്, പിന്നെ 2-3 നുള്ള് നമുക്ക് സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പാണ് ചേർക്കുന്നത്. ഞാൻ 1 ടേബിൾ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് പിന്നെ 2 ടേബിൾ സ്പൂൺ വിനാഗിരി വീണ്ടും ഒന്നും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ആവണം കേട്ടോ. എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്ത് നന്നായിട്ട് മുങ്ങി കിടക്കുന്ന രീതിയിൽ മുക്കി വെക്കണം കേട്ടോ. നന്നായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം നല്ല രീതിയിൽ ഒന്ന് മുങ്ങിക്കിടക്കും. അപ്പോൾ ഇത് നമ്മൾ 2 മണിക്കൂറേ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ സമയം വെക്കണമെങ്കിൽ കൂടുതൽ സമയം വെക്കാം. എന്നാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. നമ്മൾ ഇരിക്കും തോറും ഇത് നല്ല ജ്യൂസി ആയിട്ട് വരും കേട്ടോ. അത്രയ്ക്ക് അടിപൊളി ഒരു ടേസ്റ്റിൽ കിട്ടും. അപ്പോൾ ഞാൻ 2 മണിക്കൂർ എനിക്ക് ക്ഷമയുള്ളായിരുന്നു, അതുകൊണ്ട് ഞാൻ പിന്നെയും എടുത്തു. പിന്നെ നമ്മൾ എപ്പോഴാണ് ഫ്രൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് മാത്രമേ ചിക്കൻ എടുത്തിട്ട് പിന്നെ ബാക്കി 2ാമത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്യാവൂ. അപ്പോൾ ഇനി അതെന്താണെന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദാമാവ് എടുക്കുന്നുണ്ട്, പിന്നെ 1/2 ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റ്, 1 മുട്ട, പിന്നീട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ ഒരു കാര്യം ഞാൻ ഇതിനകത്ത് വിട്ടുപോയിട്ടായിരുന്നു, കോൺഫ്ലവർ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ മൈദാപ്പൊടി ഇടുന്ന സമയത്ത് തന്നെ കോൺഫ്ലവറും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ തണുത്ത വെള്ളം വേണം ഇതിനകത്ത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കാൻ. ആദ്യം നമ്മൾ ഇട്ട സാധനങ്ങളെല്ലാം കൂടി ഒന്നും കൂടെ മിക്സ് ആക്കിയതിന് ശേഷം തണുത്ത വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതൊന്ന് കുറേശ്ശെയായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. നമ്മളിതൊരു ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കുമ്പോൾ ഉള്ള ഒരു മിക്സ് ഇല്ലേ, ആ ഒരു മിക്സിനേക്കാളും കുറച്ചും കൂടെ നല്ല ലൂസായിരിക്കണം കേട്ടോ. അങ്ങനെ വേണം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നല്ല ലൂസായിട്ട് തന്നെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. ശരിക്കും പറഞ്ഞാൽ ഒരുവിധം ഇളക്കിയതിന് ശേഷമാണ് ഞാൻ കോൺഫ്ലവർ ഇടുന്ന കാര്യം ഓർത്തത്. അതിനുശേഷം പിന്നീട് ഞാൻ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നത് കേട്ടോ. പിന്നെ എനിക്കാണെങ്കിൽ ഇത് ഉണ്ടാക്കുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ശരിയായി വരുമോ ഇല്ലയോ എന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഫസ്റ്റ് ടൈമല്ലേ ഉണ്ടാക്കുന്നത്. ഞാൻ കുഞ്ഞിനോട് പറഞ്ഞ സമയത്ത് കുഞ്ഞൻ എന്നോട് പറഞ്ഞ കാര്യമാണ്, നിന്നെ കൊണ്ട് പറ്റത്തില്ല, കാരണം നമ്മൾ കടയിൽ ഇത് ഉണ്ടാക്കുന്നത് പോലത്തെ ഒരു ടേസ്റ്റ് നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പം കിട്ടത്തില്ല, വെറുതെ നീ സാധനങ്ങൾ വേസ്റ്റ് ചെയ്യേണ്ട എന്നൊക്കെയായിരുന്നു കേട്ടോ കുഞ്ഞനും പറഞ്ഞിരുന്നത്. അപ്പം എനിക്കൊരു വാശിയായി. അതെന്താ നമ്മൾ ഉണ്ടാക്കിയത് എന്താ ശരിയാവത്തില്ല, എന്തായാലും ഉണ്ടാക്കി നോക്കണം, ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കി നോക്കാം, കൊള്ളാമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ എടുത്ത് കളയാം എന്നൊക്കെയുള്ള രീതിയാണ്. എന്തായാലും നമ്മൾ എടുത്ത് കളയേണ്ട ഒരു സ്ഥിതി വരത്തില്ല എന്ന് ഒരു മനസ്സിനകത്തൊരു ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെയായിട്ട് ഉണ്ടാക്കാൻ നോക്കിയത്. അടിപൊളി ടേസ്റ്റ് എന്ന് വേണം പറയാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുഞ്ഞിനെ അതേപോലെ നിങ്ങൾക്കത് കാണാം, വീഡിയോയിൽ അന്നേരം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും കുഞ്ഞിന് അത് എത്രത്തോളം ഇഷ്ടപ്പെട്ടെന്ന്. ഇനി നമുക്ക് 3ാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. അതിന് കുറച്ച് മൈദാപ്പൊടി എടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് മുളക് പൊടി എടുക്കുന്നുണ്ട്. എരിവിന് ആവശ്യത്തിനുള്ളത് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ 1/2 ടേബിൾ സ്പൂണേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ ചിക്കൻ എത്രത്തോളം എടുക്കുന്നോ അതനുസരിച്ച് കൂടുതലായിട്ട് മൈദാപ്പൊടി ഇട്ട് കൊടുക്കണം. കാരണം മൈദ ഇങ്ങനെ നമ്മൾ അമർത്തി പിടിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ചിക്കനകത്ത് ഇങ്ങനെ ഒരു ഇത് കോട്ടിങ് പിടിക്കണം. അതിന് വേണ്ടിയാണ് ഞാൻ കുറച്ചേ എടുത്തോളൂ. പക്ഷേ അത് അബദ്ധമായിപ്പോയി പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, കാരണം കുറച്ചും കൂടി എടുക്കണമായിരുന്നു. അങ്ങനെ ഒരു പാത്രമൊക്കെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ പിന്നെ അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ ഒന്നും കൂടെ കൈയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനകത്ത് ആ ഒരു മസാലയ്ക്ക് ഇങ്ങനെ അടിഞ്ഞെടുക്കല്ലോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ ഒരു മിക്സിലോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് എല്ലായിടത്തും പിടിക്കണമല്ലോ, ആ രീതിയിൽ നന്നായിട്ടൊന്ന് മുക്കിയൊക്കെ എടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ ആ ഒരു എടുത്ത് വെച്ചേക്കുന്ന ആ പൊടിയിലിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നാവൊക്കെ വിളിക്കുന്നുണ്ട്, ചില സമയത്ത് നാവ് തിരിഞ്ഞ് വരുന്നില്ല, എന്താണെന്ന് അറിയത്തില്ല. അങ്ങനെ അതിൽ നിന്ന് അമർത്തി പിടിക്കണം കേട്ടോ. ചിക്കനകത്തല്ല അമർത്തേണ്ട, ആ പൊടിയെല്ലാം കൂടെ ചേർത്ത് അമർത്തി പിടിക്കുമ്പോൾ അതിനകത്ത് നല്ലൊരു കോട്ടിംഗ് ഒക്കെ വരുമല്ലോ. നമ്മൾ എന്താ പറയുക, പുറത്തുനിന്ന് കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ പുരുവരാന്നിരിക്കുമല്ലോ, അതേപോലെയൊക്കെ നല്ല അടിപൊളിയായിട്ട് കറുമുറാന്നിങ്ങനെ കടിച്ചു പറിക്കാൻ പറ്റുന്ന രീതിയിലിരിക്കും കേട്ടോ. അങ്ങനെ പിന്നെ അതിൽ നന്നായിട്ടൊന്ന് മുക്കിയതിന് ശേഷം നമ്മുടെ ചൂട് എണ്ണയിലോട്ട് ഇട്ടിട്ട് ഞാൻ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ എണ്ണ ഇത്തിരി ചൂട്
കൂടുതലായി പോയിട്ട്. അതുകൊണ്ട് ഞാൻ ആദ്യം ഒരെണ്ണം ഇട്ടതിന് ശേഷം കൂടിപ്പോയോ കുറഞ്ഞു പോയോ കുളമാവോ എന്നിങ്ങനെ പേടിച്ചിരുന്നുകൊണ്ട് ഒരെണ്ണേ ആദ്യം ഇട്ട് കൊടുത്തുള്ളൂ. എന്നിട്ട് അതൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടുന്ന എടുക്കുമായിരുന്നു. അപ്പോൾ ആ എണ്ണയുടെ ചൂട് ഒരുവിധം ഒന്ന് കുറയുന്ന വരെ ഞാൻ അടുത്തത് ഇട്ടില്ലായിരുന്നു കേട്ടോ. അതിനുശേഷം പിന്നീട് ഞാൻ അടുത്തത് ഇട്ട് കൊടുത്തു. ഇത് നന്നായിട്ടൊന്ന് മുങ്ങി കിടക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഈ ഇച്ചിരി കുഴിയുള്ള ചട്ടിയാണെങ്കിൽ കുഴപ്പമില്ല, ഇത് കുറച്ച് ഇങ്ങനെ മലന്നിരിക്കുന്ന ചട്ടി ആയതുകൊണ്ട് ഇങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടും ഇങ്ങനെ ആ ഒരു മുങ്ങാത്ത രീതി കിടക്കുക. പിന്നെ ഞാൻ എണ്ണ അതിൽ നിന്ന് ഇങ്ങനെ കോരി ഒഴിച്ചായിരുന്നു കേട്ടോ കൊടുത്തിരുന്നത്. അപ്പോൾ കോരി ഒഴിച്ചൊക്കെ എടുത്ത് എന്തായാലും കുഴപ്പമില്ല, നമ്മളിങ്ങനെ തിരിച്ച് മറിച്ച് ഇടുമ്പോഴത്തേക്ക് രണ്ട് സൈഡും വേവുമല്ലോ. അങ്ങനെ പിന്നെ നമ്മുടെ ചിക്കനൊക്കെ ഒരുവിധം ഇങ്ങനെ വെന്ത് വരികയാണ്. നല്ലൊരു മണമാട്ടോ ഈ ഒരു സമയത്ത്. നമ്മൾ ശരിക്കും കടയിലൊക്കെ നിൽക്കുമ്പോൾ ആ ഒരു ബ്രോസ്റ്റേൻ്റെയൊക്കെ മണം വരത്തില്ല, ആ ഒരു സെയിം ഫീൽ തന്നെയായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ പിന്നെ പോയി കട്ടനും കൂടി ഇട്ടു. കട്ടൻ തന്നെ ഇതിനൊരു ബെസ്റ്റ് കോമ്പിനേഷൻ എനിക്ക് തോന്നി കേട്ടോ. കാരണം ചായ ഒന്നും ഇട്ട് അത്ര കുണം കാണത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കട്ടൻ ഇട്ടാൽ മതി എന്ന് ഞാൻ കുഞ്ഞിനോട് പറയായിരുന്നു. അപ്പോൾ കുഞ്ഞിനും പറഞ്ഞാൽ ശരി എന്ന് പറഞ്ഞ് ഞങ്ങൾ കട്ടനും ഇട്ടു. അതിനുശേഷം നമ്മുടെ ബ്രോസ്റ്റഡ് എല്ലാം റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് എന്ന് വേണം പറയാൻ. ഇങ്ങനെ അതിനുശേഷം കുറച്ച് മയോണൈസും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമെന്ന് ഇങ്ങനെ കുഞ്ഞൻ പറയുമായിരുന്നു. ഞാൻ പറഞ്ഞു മയോണൈസ് ഇല്ലെങ്കിൽ നമുക്ക് ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ, അത് വെച്ച് നമുക്ക് കഴിക്കാം. നമ്മൾ കടകളിൽ പോകുമ്പോൾ എനിക്ക് തോന്നുന്നു എല്ലായിടത്തും ഈ മയോണൈസും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. അങ്ങനെ പിന്നെ ഇതാ അതിനകത്ത് മുക്കിയിട്ട് ഇങ്ങനെ കഴിച്ചു. എൻ്റെ പൊന്നി, സ്വർഗ്ഗത്തിൽ ചെല്ലുന്ന ഒരു ഫീലായിരുന്നു. എനിക്ക് ഫസ്റ്റ് ടൈം ഉണ്ടാകുന്നത് ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ്. കടയിൽ നിന്ന് നമ്മൾ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന സെയിം ഫീൽ തന്നെയാണ് എനിക്ക് ആ ഒരു സമയത്തും തോന്നിയ അതേ ടേസ്റ്റും. എന്താ പറയുക, ഭയങ്കര ജ്യൂസി ആയിരുന്നു കേട്ടോ ആ ചിക്കന്. ഭയങ്കര ജ്യൂസി ആയിരുന്നു. കാരണം ആ ഒരു നമ്മൾ ചിക്കനൊക്കെ എടുക്കുമ്പോൾ അതിൽ നിന്ന് ആ ഒരു എല്ലിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്നുണ്ടായിരുന്നു. ഭയങ്കര സോഫ്റ്റായിട്ട് അത്രയ്ക്ക് കിടു ടേസ്റ്റുമായിരുന്നു കേട്ടോ. അങ്ങനെ ഫസ്റ്റ് ഞാൻ തന്നെയാണ് കഴിച്ചത്. കാരണം എൻ്റെ അടുത്ത് കുഞ്ഞൻ പറഞ്ഞു, നീ കഴിച്ചിട്ടേ നിൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ ഞാനൊന്ന് കാണട്ടെ, എങ്ങനെയുണ്ടോ നീ നോക്കിയിട്ട് പറ എന്ന് പറഞ്ഞു. ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഫീൽ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ വേണമെങ്കിൽ കഴിച്ച് നോക്ക്, നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ ഞാൻ കഴിച്ചോളാം മൊത്തം എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പം കുഞ്ഞൻ കഴിച്ചപ്പം പറയും പൊളി ടേസ്റ്റാണെന്ന്. കുഞ്ഞൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ മനസ്സിനകത്ത് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ്. ഞാൻ തന്നെ ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി പോകുന്ന പോലൊരു ഫീലായിരുന്നു കേട്ടോ. എന്നെ തന്നെ ഞാൻ പാടിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു ആ ഒരു സമയത്ത്. കാരണം ഈ മനുഷ്യൻ ഞാൻ ഉണ്ടാക്കിയ കൊള്ളത്തില്ല, നീ ഉണ്ടാക്കിയ ശരിയാവത്തേ ഇല്ല എന്നൊക്കെയല്ലേ പറഞ്ഞു. എന്നിട്ട് ഇവിടെ നിന്ന് വിട്ട് വിഴുങ്ങുന്നുണ്ടല്ലോ എന്നൊക്കെയായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ കുഞ്ഞിൻ്റെ വായിൽ നിന്ന് നല്ലതെന്ന് അഭിപ്രായം കേട്ടതോടെ കുഞ്ഞിനെ ഒരു കാര്യം പറഞ്ഞു കേട്ടോ, ഇനി നമുക്ക് ബ്രോസ്റ്റഡ് കടയിൽ നിന്നും മേടിക്കണ്ട കേട്ടോ. കാരണം ഞങ്ങൾ രണ്ടിൻ്റെ ഫേവറേറ്റ് സാധനമാണ്, അതുകൊണ്ട് ഞങ്ങൾ പുറത്തുനിന്നല്ലേ നമ്മൾ മേടിച്ചുകൊണ്ടിരുന്നത്. ഇനി മേടിക്കേ വേണ്ട, നമുക്ക് ആഗ്രഹം തോന്നുമ്പോൾ നമുക്ക് ചിക്കൻ മേടിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കാം. അധികം ചിലവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ എന്തായാലും ചിക്കൻ ഇടയ്ക്കിടയ്ക്ക് മേടിച്ചിട്ട് ബ്രോസ്റ്റഡ് ഉണ്ടാക്കി കഴിക്കുന്നതായിരിക്കും. അങ്ങനെ പിന്നെ ആ എല്ല് മാത്രം ബാക്കി വെച്ചിട്ട് ബാക്കി എല്ലാം ഞങ്ങളിങ്ങനെ നക്കി തുടച്ചെടുത്തു എന്ന് വേണം പറയാൻ. കാരണം രണ്ടെണ്ണം കൂടെ അധികം കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയ ഒരു നിമിഷമായിരുന്നു കേട്ടോ. കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു. എൻ്റെ പൊന്നെ, എന്നെ കൊണ്ട് എനിക്ക് വയ്യ എന്നൊക്കെ തോന്നുമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ ചിക്കനൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ആ സ്മെല്ല് അടുക്കളയിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്നത് കാരണം വീണ്ടും വീണ്ടും കഴിക്കാനായിട്ട് തോന്നൽ എനിക്ക് ഉണ്ടാവുന്നുണ്ട്. എന്നിട്ട് എന്ത് കാര്യം, എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ ആദ്യം കുളമായി പോകുമെന്നും പറഞ്ഞിട്ട് കുറച്ച് പീസ് മാത്രമേ എടുത്ത് വെച്ചിട്ടുള്ളായിരുന്നു. എന്തായാലും അതൊക്കെ കഴിഞ്ഞു. അങ്ങനെ പിന്നെ ഇത് അവിടേക്കൊന്ന് ക്ലീൻ ചെയ്യുകയാണ്, അങ്ങനെയെല്ലാം തുടച്ച് വൃത്തിയാക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഇടുന്ന ഈ കുക്കിംഗ് വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കാരണം നിങ്ങൾക്ക് ബോറടിക്കുന്നെങ്കിൽ ഞാൻ പിന്നെ ഈ ഒരു സംഭവങ്ങളായിട്ട് നിങ്ങളുടെ മുന്നിലോട്ടേ വരത്തില്ല, അതുവഴി ഞാൻ വിട്ടേക്കാം എന്നിങ്ങനെ പറയാൻ വേണ്ടിയിട്ടാട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളത് ഇഷ്ടപ്പെട്ടു, ഇല്ലെങ്കിൽ ഇല്ല എന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ അവിടെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒരു പാത്രത്തിൽ ഒഴിച്ചു വെച്ചു. പിന്നെ വെള്ളവും തിളപ്പിക്കാനൊക്കെ വെച്ചതിന് ശേഷം പിന്നെ നമ്മുടെ ജോലികളൊക്കെ അങ്ങനെ കഴിഞ്ഞു. ഇന്നത്തെ രാത്രി അത് മാത്രമേ കഴിച്ചുള്ളൂ, വേറെ നമ്മളൊന്നും ഉണ്ടാക്കിയൊന്നുമില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരിക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.